Very good morning to one and all, and warm welcome to our 23rd online class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് IFRSൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ്. നമ്മൾ കഴിഞ്ഞ സെഷനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഒരു കോർപ്പറേറ്റ് ഗവേണൻസിൽ IFRSൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ, അതായത് അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് എങ്ങനെയാണ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്, അതിൻ്റെ നീഡ്സ്, സിഗ്നിഫിക്കൻസ്, ഇമ്പോർട്ടൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബേസിസിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ആർ ദ മെറിറ്റ്സ് ഓഫ് IFRS ആൻഡ് വാട്ട് ആർ ദ ഡീമെറിറ്റ്സ് ഓഫ് IFRS ആണ്. അതിലെ ഫസ്റ്റ് ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? മെറിറ്റ്സ് ഓഫ് IFRS ആണ്. ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് വെരി മച്ച് ഹെൽപ്ഫുൾ ടു അക്കൗണ്ടൻസ് ആൻഡ് ഓഡിറ്റേഴ്സ്. അക്കൗണ്ടൻസിനും അതുപോലെ തന്നെ ഓഡിറ്റേഴ്സിനും വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ളതാണ് എന്ത്? ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. അതൊരു യൂണിഫോമിറ്റി എന്ന് പറയുന്നത് ഓൾ വേൾഡിൽ ഉണ്ട്. അതോടൊപ്പം തന്നെ അത് ട്രാൻസ്പെറൻ്റ് ആണ്, കമ്പയറബിൾ ആണ് എന്നുള്ളതാണ് ഒരു ബെനിഫിറ്റായിട്ട് നമുക്ക് പറയാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അക്കൗണ്ടൻസിനും ഓഡിറ്റേഴ്സിനും ഇത് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും, അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആർ നോട്ട് ഓൺലി ഹെൽപ്ഫുൾ ടു ഓർഗനൈസേഷൻസ് ബട്ട് ഓൾസോ ടു ദ അക്കൗണ്ടൻസ് ആൻഡ് ഓഡിറ്റേഴ്സ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് ഓർഗനൈസേഷന് മാത്രമല്ല, അതോടൊപ്പം തന്നെ അക്കൗണ്ടൻസിനും ഓഡിറ്റേഴ്സിനും വളരെയധികം യൂസ്ഫുള്ളാണ്, ഹെൽപ്ഫുള്ളാണ്. ദേ ഓൾവേസ് ഫേസ് ത്രെറ്റ് ഓഫ് ബാഡ് നെയിം ടു ദെയർ പ്രൊഫഷൻ. അതുപോലെ തന്നെ ഒരു നല്ല രീതിയിലുള്ള ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അല്ല ഫോളോ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് പ്രൊഫഷനെ തന്നെ വളരെ മോശമായിട്ട് ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് അക്കൗണ്ടൻസും അതോടൊപ്പം തന്നെ ഓഡിറ്റേഴ്സും യൂസ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഗുഡ് വില്ലിനെ അല്ലെങ്കിൽ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന ഒരു ഫാക്ടർ തന്നെയാണ്. എന്തുകൊണ്ടാണ് ഓഡിറ്റേഴ്സ് അല്ലെങ്കിൽ അക്കൗണ്ടൻസിന് ശരിയായ വിധത്തിൽ അത് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ അതൊരു ബാഡ് ഇമ്പാക്റ്റ് അവരുടെ പ്രൊഫഷനിൽ തന്നെ ഉണ്ടാക്കുമെന്ന് പറയാനുള്ള കാരണം, ദിസ് ഈസ് ബിക്കോസ് ഓഫ് ദ പ്രൊവിഷൻസ് ഫോർ ചേഞ്ച്ഡ് പെനാൽറ്റീസ് ആൻഡ് റെമഡീസ് അവൈലബിൾ അണ്ടർ ദ കമ്പനീസ് ആക്ട് ആൻഡ് ഡ്യൂ ടു ദ ഗ്രേറ്റർ വില്ലിംഗ്നെസ് ഓഫ് അഗ്രീവ്ഡ് പാർട്ടീസ് ടു ബ്രിങ് ദ മാറ്റർ ബിഫോർ ദ കോർട്ട്സ്. കോടതിയുടെ മുമ്പിലേക്ക് ഏതെങ്കിലും ഒരു പരാതിക്കാർ ഇത് കൊണ്ടുവരികയാണെങ്കിൽ ഈ പ്രൊവിഷൻസ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സിൽ വരുന്ന ചേഞ്ച് എന്ന് പറയുന്നത് അത് പെനാൽറ്റീസും അതുപോലെ തന്നെ റെമഡിയൽ മെഷേഴ്സും എന്തൊക്കെയാണ് കമ്പനീസ് ആക്ട് പ്രകാരം ഫോളോ ചെയ്യേണ്ടത്, അതോടൊപ്പം തന്നെ വില്ലിംഗ്നെസ് ഓഫ് അഗ്രീവ്ഡ് പാർട്ടീസ്, ഓരോ പാർട്ടീസിൻ്റെയും വില്ലിംഗ്നെസ് എന്ന് പറയുന്നതും ഒരു കോർട്ട് ബേസിസിൽ എടുക്കുന്നതാണ്. ദിസ് ഈസ് എ ചാലഞ്ച് ടു ദ ഓഡിറ്റേഴ്സ്, പർട്ടിക്കുലർലി ഇൻ ദ കേസ് ഓഫ് undetected fraud of audited accounts which mislead the people as insufficient disclosure. ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ ഓരോ കമ്പനിയായിട്ട് ആരൊക്കെയാണോ റിലേറ്റഡ് ആയിരിക്കുന്നത് അവിടെ ഓഡിറ്റേഴ്സിൻ്റെ ഒരു ചാലഞ്ച് എന്ന് പറയുന്നത് എന്താണ്? അൺഡിറ്റക്റ്റഡ് ആയിട്ടുള്ള ഫ്രോഡുകൾ ഓഡിറ്റഡ് അക്കൗണ്ട്സിൽ ഒരു മിസ്ലീഡ് ചെയ്യത്തക്ക വിധത്തിലുള്ള ഒരു ഡിസ്ക്ലോഷർ ആകാതിരിക്കാനായിട്ട് സാധിക്കും. While members of a chartered accountancy firm can discipline their fellow partners, it is difficult to monitor the performance of other accountants. ഒരു ഓഡിറ്റർക്ക് അദ്ദേഹത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള അക്കൗണ്ടൻസിനെ മോണിറ്റർ ചെയ്യാനായിട്ട്, അവരുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് മോണിറ്റർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ചാർട്ടേഡ് അക്കൗണ്ടൻസി ഫേമിൽ ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഫെല്ലോ പാർട്ട്നേഴ്സിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ ഫെല്ലോ പാർട്ട്നേഴ്സിന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഏത് സഹായിക്കും? നമ്മുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് സഹായിക്കുന്നതാണ്. ഫോർ ദിസ് പർപ്പസ് ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ടു വിച്ച് ഓൾ ചാർട്ടേഡ് ഓർ സർട്ടിഫൈഡ് അക്കൗണ്ടൻസ് സബ്സ്ക്രൈബ് ഈസ് യൂസ്ഫുൾ. അതുകൊണ്ട് തന്നെയാണ് ഓഡിറ്റേഴ്സ് ആയിക്കോട്ടെ അക്കൗണ്ടൻസ് ആയിക്കോട്ടെ ഒരു യൂണിഫോമലായിട്ടുള്ള സ്റ്റാൻഡേർഡാണ് നമ്മളുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ പറയുന്നത്. അപ്പോൾ അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് അക്കൗണ്ടൻസിനെ സെപ്പറേറ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യാതെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് കാഴ്ചവെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു പ്രൊഫഷണൽ എന്നുള്ള നിലയ്ക്ക് ഒരു ഓഡിറ്റർക്ക് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുകയാണെങ്കിൽ അവരുടെ പെർഫോമൻസ് ലെവൽ എന്ന് പറയുന്നത് മോശമായിട്ടുള്ളൊരു പ്രൊഫഷണൽ കാറ്റഗറിയിലേക്ക് പോകാതെ ഒരു നല്ല രീതിയിലുള്ള ഒരു പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡിലേക്ക് അല്ലെങ്കിൽ ആക്ടിവിറ്റീസിലേക്ക് എത്തിക്കാനായിട്ട് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് സഹായിക്കുന്നതാണ്. രണ്ടാമത്തെ ബെനിഫിറ്റ്,
credibility and reliability to the financial statement. എന്താണ് ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നത് കൊണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ക്രെഡിബിലിറ്റിയും റിലയബിലിറ്റിയും ഉണ്ടായിരിക്കും. ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നത് അതിലൊരു റിലയബിലിറ്റി എന്ന് പറയുന്നത് വിശ്വാസയോഗ്യമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ ഫോളോ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ അതെങ്ങനെയായിരിക്കും? ക്രെഡിബിൾ ആയിരിക്കും, അതോടൊപ്പം തന്നെ റിലയബിൾ ആയിരിക്കും. Accounting standards are useful to give credibility and reliability to the financial statement. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഓരോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനും എന്ത് കൊടുക്കുന്നുണ്ട്? ക്രെഡിബിലിറ്റിയും അതോടൊപ്പം തന്നെ റിലയബിലിറ്റിയും കൊടുക്കുന്നുണ്ട്. Financial statement of a business organization are used by various stakeholders like shareholders, suppliers, existing or potential trade creditors, employees, customers, taxation authorities, various government departments, other interested parties for economic decisions. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ യൂസേഴ്സ് അതാരൊക്കെയാണ്? ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ ആ ബിസിനസ് ഓർഗനൈസേഷനോട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും അതിൻ്റെ യൂസേഴ്സാണ്. അപ്പോൾ ഇവിടുത്തെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ ആവാം? ഷെയർ ഹോൾഡേഴ്സ് ആവാം, അല്ലെങ്കിൽ സപ്ലയേഴ്സ്, എംപ്ലോയീസ്, കസ്റ്റമേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഓരോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ടാക്സേഷൻ അതോറിറ്റീസ്, ഗവൺമെൻറ്, ഇവരെല്ലാം ചേർത്തുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഈ പറയുന്ന എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും യൂസ് ചെയ്യുന്നുണ്ട്. So it is necessary that financial statement should present a fair picture showing the position of the business enterprise. അതുകൊണ്ട് എല്ലാ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും എങ്ങനെയായിരിക്കണം? ട്രൂ ആൻഡ് ഫെയർ വ്യൂ കാണിക്കത്തക്ക വിധത്തിലുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഒരു ഫെയർ പിക്ചർ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഓർഗനൈസേഷന് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ക്രെഡിബിൾ ആകുന്നുള്ളൂ, റിലയബിൾ ആകുന്നുള്ളൂ. The IFRS provide guidelines to prepare financial statement, so reliable financial statement can be prepared. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സിൽ പറയുന്ന ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്തുകൊണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയായിരിക്കും? ക്രെഡിബിൾ ആകും, അതോടൊപ്പം തന്നെ റിലയബിൾ ആകും. അപ്പോൾ സെക്കൻഡ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ക്രെഡിബിലിറ്റി ആൻഡ് റിലയബിലിറ്റി ടു ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി തേർഡ് മെറിറ്റ് നോക്കാം. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ കമ്പാരിസൺ. നമ്മൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡിൻ്റെ നീഡ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്? ട്രാൻസ്പെറൻ്റ് ആകണം, അതുപോലെ തന്നെ കമ്പയറബിൾ ആകണം. അപ്പോൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് ഫോളോ ചെയ്യുമ്പോൾ എന്താണ് ഇവിടെ ബെനിഫിറ്റ് ആയിട്ട് വരുന്നത്? ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ കമ്പാരിസൺ നടത്താനായിട്ട് വളരെ എളുപ്പത്തിൽ സാധിക്കും എന്നുള്ളതാണ് നെക്സ്റ്റ് മെറിറ്റായിട്ട് നമ്മൾ പറയുന്നത്. The financial statement prepared uniformly useful to the managers, investors and creditors to compare result and financial conditions of different departments of firms, different industries and different period of a firm. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുമ്പോൾ അതിനൊരു ട്രൂ ആൻഡ് ഫെയർ വ്യൂ കിട്ടത്തക്ക വിധത്തിൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്തുകൊണ്ടുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആണ് എന്നുണ്ടെങ്കിൽ അത് ആർക്കൊക്കെയാണ് യൂസ്ഫുൾ ആകുന്നത്? നേരത്തെ നമ്മൾ പറഞ്ഞു, സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഒരു ക്രെഡിബിലിറ്റിയും റിലയബിലിറ്റിയും നൽകുന്ന ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇവിടെ പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു ദ മാനേജേഴ്സിന്, ഇൻവെസ്റ്റേഴ്സിന്, അതോടൊപ്പം തന്നെ ക്രെഡിറ്റേഴ്സിന്. ഫിനാൻഷ്യൽ കണ്ടീഷൻസ് എന്ന് പറയുന്നത് ആർക്കൊക്കെയാണ് ഉപയോഗപ്രദമാകുന്നത്? ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഒരു ഫേമിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ്, അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫേംസ്, ഡിഫറെൻറ്റ് ഇൻഡസ്ട്രീസ്, ഡിഫറെൻറ്റ് പീരീഡ് ഓഫ് എ ഫേം, ഓരോ ഫേമിൻ്റെയും ഡിഫറെൻ്റ് ആയിട്ടുള്ള പീരീഡുകൾ. അതോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? കമ്പാരിസൺ നടത്താനായിട്ട് സാധിക്കും. എന്ത് തമ്മിലുള്ള കമ്പാരിസൺ ആണ് ഇവിടെ നടത്തുന്നത്? Comparison between two firms is possible if both of them maintain the same principle, otherwise proper comparison is not possible. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫേമുകളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ രണ്ട് ഫേമിലും ഒരേപോലെയുള്ള അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും പോളിസീസും ഫോളോ ചെയ്യണം. അത് യൂണിഫോമൽ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് കംപ്ലൈ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഫിനാൻഷ്യൽ പെർഫോമൻസ് എന്ന് പറയുന്നത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ സെയിം പ്രിൻസിപ്പിൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ?
കമ്പാരിസൺ അത് പ്രോപ്പർ വേയിൽ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. For example, if firm A follows the FIFO method of valuation of stock, whereas firm B follows the LIFO method for valuing stock, the comparison between the two firms becomes useless. ഇവിടെ എക്സാമ്പിളായിട്ട് പറയുന്നത് എന്താണ്? രണ്ട് ഫേം ഉണ്ട്, ഫേം എ എന്ന് പറയുന്നതും ഫേം ബി എന്ന് പറയുന്നതും. ഫേം എയിൽ സ്റ്റോക്ക് വാല്യൂഷൻ ചെയ്തത് ഫിഫോ മെത്തേഡ്. എന്താണ് ഈ ഫിഫോ മെത്തേഡ്? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ആദ്യം വന്നതാണ് ആദ്യം സെയിൽ ചെയ്യുന്നത്. അതേസമയം ലിഫോ മെത്തേഡ് ആണെങ്കിൽ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടാണ്. ലാസ്റ്റ് വന്നതാണ് എന്ത് ചെയ്യുന്നത്? ഫസ്റ്റ് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും വാല്യുവേഷൻ എന്ന് പറയുന്നത് ഫിഫോ മെത്തേഡും ലിഫോ മെത്തേഡും ആണെങ്കിൽ രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അത് ഒരിക്കലും പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിൻ്റെ ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത് ട്രൂ ആൻഡ് ഫെയർ വ്യൂ കാണിക്കുന്നില്ല. The same is possible only when both of them follow identical method of valuing closing stock. Closing stock വാല്യൂ ചെയ്യുമ്പോൾ രണ്ട് ഓർഗനൈസേഷൻ, ഏത് രണ്ട് ഓർഗനൈസേഷനാണോ നമ്മൾ കമ്പയർ ചെയ്യാനായിട്ട് എടുക്കുന്നത് ആ രണ്ട് ഓർഗനൈസേഷനും സെയിം വാല്യുവേഷൻ മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കമ്പാരിസൺ എന്ന് പറയുന്നത് കറക്റ്റായിട്ട് കാണിക്കാനും ചെയ്യാനും സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ഈസി ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് സ്ഥലത്തും വാല്യുവേഷൻ എന്ന് പറയുന്നത് ഒരുപോലെ ചെയ്തിരിക്കണം. Enterprise comparison is meaningless in the absence of the accounting standards like IFRS. IFRS ഫോളോ ചെയ്യാത്ത ഓർഗനൈസേഷനുകൾ തമ്മിൽ കമ്പയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ചൊരു മീനിങ് ഇല്ല. അതായത് അതിൻ്റെ അനാലിസിസ് എന്ന് പറയുന്നത് എങ്ങനെ ആയിരിക്കില്ല? റിലയബിൾ ആകില്ല, കറക്റ്റ് ആയിരിക്കില്ല. The main aim of the IFRS is to provide true and fair financial statement with the necessary information to users which give true picture of the business unit and protect them. Financial reporting standards ന്റെ മെയിൻ എയിം എന്താണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിന് ട്രൂ ആൻഡ് ഫെയർ വ്യൂ കാണിക്കണം. അതോടൊപ്പം തന്നെ അതിൽ നിന്ന് ലഭിക്കുന്ന ഇൻഫോർമേഷൻസ് എല്ലാ യൂസേഴ്സിനും ട്രൂ പിക്ചർ കൊടുക്കുന്ന വിധത്തിലുള്ള ഒരു ഡിസിഷൻ മേക്കിങ്ങിന് പ്രോപ്പർ ആകത്തക്ക വിധത്തിലുള്ള ഒരു ഇൻഫോർമേഷനാണ് അതിൽ നിന്ന് ലഭിക്കേണ്ടത്. Comparison to financial statement of different companies or of same companies for different period is possible if financial statements are prepared by following accounting standards. Accounting standards, അതായത് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡിൽ പറയുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്താൽ മാത്രമേ ഡിഫറെൻ്റ് ആയിട്ടുള്ള കമ്പനികളോ അല്ലെങ്കിൽ ഒരേ കമ്പനിയുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പീരീഡിലുള്ള ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സ്റ്റേജോ നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ ട്രൂ ആൻഡ് ഫെയർ വ്യൂ എന്ന് പറയുന്നതും കറക്റ്റ് അനാലിസിസ് ജഡ്ജ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ കറക്റ്റായിട്ടുള്ള സെയിം ആയിട്ടുള്ള അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്തിരിക്കും. നാലാമത്തെ മെറിറ്റ് ഗ്ലോബൽ കമ്പയറബിലിറ്റി ആണ്. കമ്പാരിസൺ എന്ന് പറയുന്നത് ഗ്ലോബലൈസേഷൻ മെത്തേഡിൽ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഓർഗനൈസേഷൻസ് എന്ത് ചെയ്തിരിക്കണം? IFRS ഫോളോ ചെയ്തിരിക്കണം. When different companies are located in different countries, they use generally accepted accounting principle of that country. ജനറലായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്ന അക്കൗണ്ടിങ് പ്രിൻസിപ്പിളാണ് എന്ത്? ഗ്യാപ്പ് എന്ന് പറയുന്നത് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. So comparison of financial statement of two companies located in different countries is difficult. പക്ഷെ അവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ് ഫോളോ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല? കമ്പാരിസൺ എന്ന് പറയുന്നത് നടത്താനായിട്ട് സാധിക്കില്ല. When all companies in different countries follows the single set of accounting standard, comparability of financial statement becomes easy. പക്ഷേ ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള രാജ്യങ്ങളിലുള്ള ഡിഫറെൻറ്റ് കമ്പനീസ് ആണ് അത് കമ്പാരിസൺ നടത്തണമെന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് പ്രിൻസിപ്പിളിനേക്കാൾ കൂടുതലായിട്ട് അവിടെ എന്ത് ഇംപ്ലിമെൻ്റ് ചെയ്യണം? ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സ്ഥലത്തും സെയിം അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ പോളിസീസ് എന്ന് പറയുന്നത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആ ഡിഫറെൻറ്റ് രാജ്യങ്ങളിലുള്ള ഡിഫറെൻറ്റ് കമ്പനീസ് തമ്മിൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. If financial statement of the companies are prepared according to IFRS, owners or investors are able to compare it easily. അപ്പോൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ് ഫോളോ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ ഫിനാൻഷ്യൽ ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഓണേഴ്സിനോ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനോ ഈസി ആയിട്ട് തന്നെ കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഗ്ലോബൽ കമ്പയറബിലിറ്റി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കമ്പനികൾ എന്ത് ചെയ്യണം? കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ
യൂണിഫോമലായിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഓണേഴ്സിന് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് കമ്പാരിസൺ എന്ന് പറയുന്നത് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. നെക്സ്റ്റ് മെറിറ്റ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ അക്കൗണ്ടിങ് തിയറി ആൻഡ് പ്രാക്ടീസ്. അക്കൗണ്ടിങ് തിയറിയിലും അതുപോലെ തന്നെ പ്രാക്ടീസിലും ഇംപ്രൂവ്മെൻറ്റ് വരുത്താനായിട്ട് സാധിക്കണമെന്നുണ്ടെങ്കിൽ IFRS തന്നെ ഫോളോ ചെയ്യണം. അവിടെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നതിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ പ്രൊവിഷൻസ് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ട് എക്സ്പെർട്ടൈസ് ചെയ്തിട്ടുള്ള ഒരു കമ്മിറ്റി ബോർഡാണ് ഇത് റെക്കമെൻഡേഷൻ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ അപ്ലൈ ചെയ്യണമെന്ന് പറയുന്ന അക്കൗണ്ടിങ് തിയറീസും അതോടൊപ്പം തന്നെ പ്രാക്ടീസും എങ്ങനെയുള്ളതായിരിക്കും? ഇംപ്രൂവ്ഡ് ആയിരിക്കും. ഓൾട്ടർനേറ്റീവായിട്ട് പീരിയോഡിക്കലായിട്ട് ചേഞ്ചസ് വരുത്തുന്ന ഒരു പ്രാക്ടീസാണ് നമ്മൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ബോർഡ് എന്ന് പറയുന്നത് ആക്സെപ്റ്റ് ചെയ്യുന്നത്. ദർ ഈസ് നോ എനി കോൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് ആൻഡ് സ്ട്രക്ചർ ഓഫ് ദ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ഫോർ അക്കൗണ്ടിംഗ് മെഷർമെൻറ്റ്. അക്കൗണ്ടിംഗ് മെഷർമെൻറ്റിന് പ്രത്യേകമായിട്ടുള്ളൊരു ഫ്രെയിം വർക്കോ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറോ പറയുന്നില്ല. അവിടെ ഏതാണോ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ബോർഡ് പറയുന്നത് അതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. സോ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ലൈക്ക് IFRS പ്രിസ്ക്രൈബ് റൂൾസ് ആൻഡ് ലോ ഓഫ് അക്കൗണ്ടിംഗ് പോളിസീസ്. അപ്പോൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സിൽ പറയുന്നത് പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള റൂൾസും അതുപോലെ തന്നെ ലോസ് ആണ്. അക്കൗണ്ടിംഗ് പോളിസിയോട് റിലേറ്റഡ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് പോളിസീസ് ആണ് അവിടെ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അക്കൗണ്ടിംഗ് ഹാസ് ഗോട്ട് achievement and result for possible alternatives for defining and measuring the financial performance. അപ്പോൾ ഫിനാൻഷ്യൽ പെർഫോമൻസ് ഡിഫൈൻ ചെയ്യാനും അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു മെഷർമെൻറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ എങ്ങനെയാണ് അത് മെഷർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യേണ്ടത് എന്നുള്ളത് IFRS റിലേറ്റഡ് ആയിട്ടുള്ള ബോർഡാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ അക്കൗണ്ടിങ് പോളിസീസ് എന്ന് പറയുന്നതും അക്കൗണ്ടിങ് പ്രാക്ടീസ് എന്ന് പറയുന്നതും എങ്ങനെയായിരിക്കും? ഇംപ്രൂവ്ഡ് ആയിരിക്കും. നെക്സ്റ്റ് വൺ റെഗുലേറ്റ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്. നെക്സ്റ്റ് മെറിറ്റ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. IFRS ഡിറ്റർമിൻ കോർപ്പറേറ്റ് അക്കൗണ്ടബിലിറ്റി ആൻഡ് റെഗുലേഷൻ ഓഫ് ദ കമ്പനി വിച്ച് ഹെൽപ്പ് ഫോർ മെഷറിംഗ് ദ ഇഫക്റ്റീവ്നെസ് ഓഫ് മാനേജ്മെൻറ്റ്. ഇനി IFRS ഫോളോ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടുത്തെ മാനേജ്മെൻറ്റ് എങ്ങനെയായിരിക്കും? എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാനേജ്മെൻ്റ് ആയിരിക്കും അവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ IFRS എന്ത് ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്? കോർപ്പറേറ്റ് അക്കൗണ്ടബിലിറ്റിയും അതുപോലെ തന്നെ ഒരു കമ്പനിയുടെ റെഗുലേഷൻസ് എന്ന് പറയുന്ന പ്രൊവിഷൻസ് അവിടെ പറയുന്നുണ്ട്. They help in assessing managerial skill for maintaining and improving the profitability of the company as well as show progress, solvency and liquidity, which are in generally important factors increasing the effectiveness of management's performance of its duties and of its leadership. ഒരു മാനേജ്മെൻറ്റിൻ്റെ എഫിഷ്യൻസി, അതിൻ്റെ ഇഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് ഇംപ്രൂവ് ചെയ്യത്തക്ക വിധത്തിലുള്ള ഒരു റെഗുലേഷനാണ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ ആര് വരുത്തുന്നത്? IFRS വരുത്തുന്നത്. അതുകൊണ്ട് തന്നെ മാനേജറിയൽ സ്കില്ല് അസസ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും ഇംപ്രൂവ് ചെയ്യാനും അവിടെ ഒരു കമ്പനീനെ പ്രോഫിറ്റബിൾ ആക്കി തീർക്കാനായിട്ട് വളരെയധികം ഏത് സഹായിക്കുന്നുണ്ട്? ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് സഹായിക്കുന്നുണ്ട്. അവിടെ ഷോ ചെയ്യുന്നത് ഓരോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഷോ ചെയ്യുന്നത് കമ്പനിയുടെ പ്രോഗ്രസ്, അതുപോലെ തന്നെ സോൾവൻസിയും ലിക്വിഡിറ്റി എന്ന് പറയുന്നത് റേഷ്യോ ബേസിസിൽ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സാണ്. ഒരു ഫിനാൻഷ്യൽ പെർഫോമൻസ് എത്രത്തോളം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അത് കാണിക്കുന്ന തരത്തിലുള്ള സോൾവൻസിയും ലിക്വിഡിറ്റി ആയിട്ടുള്ള റേഷ്യോസും ഒരു മാനേജ്മെൻറ്റിൻ്റെ പെർഫോമൻസ് എത്രത്തോളം ഇഫക്റ്റീവാണ്, അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് ഇഫക്റ്റീവായിട്ട് നടക്കുന്നുണ്ടോ, ലീഡർഷിപ്പ് എന്ന് പറയുന്നതും കൺട്രോളിംഗ് എന്ന് പറയുന്നതും ഇഫക്റ്റീവ് ആണോ, എഫിഷ്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് അവിടെ കാഴ്ചവെക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ കൺസിസ്റ്റൻസി ആണ്. Standards provide consistency and comparability in place of uniformity in financial reporting to permit better comparison of profitability, financial position, future prospects and other performance indicator associated with the different business firms. ഡിഫറെൻ്റ് ആയിട്ടുള്ള ബിസിനസ് ഫേമുകളിനെ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നതും അതുപോലെ തന്നെ കമ്പയറബിലിറ്റി എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് അവിടെ കൊണ്ടുവരാനായിട്ട് യൂണിഫോമലായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അതായത് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ് പെർമിറ്റ് ചെയ്യുന്നത്? ബെറ്റർ കമ്പാരിസൺ ഓഫ് പ്രോഫിറ്റബിലിറ്റിയുടെ ഒരു ബെറ്റർ കമ്പാരിസൺ എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ,
ഫ്യൂച്ചർ ആയിട്ടുള്ള പ്രോസ്പെക്ട്സ്, അതോടൊപ്പം തന്നെ ഒരു പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നതും ഇവിടെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ലെവലിൽ നോക്കി കാണാനായിട്ട് സാധിക്കും, ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഡിഫറെൻ്റ് ആയിട്ടുള്ള ബിസിനസ് ഫേമുകളുടെ ഒരു അസോസിയേഷൻ എന്ന് പറയുന്നതും ഈ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ നിന്നുകൊണ്ട് IFRS സഹായിക്കുന്നുണ്ട്. The manager has to choose the best from the available alternative. അവൈലബിൾ ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവിൽ നിന്ന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് മാനേജർക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. An accounting standards decrease the amount of manipulation of the reported accounting numbers that may be occur in the absence of the standard. ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ മാൽ പ്രാക്ടീസിന് അല്ലെങ്കിൽ മാനിപ്പുലേഷന് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതേസമയം ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് വന്നതോടുകൂടി ഈ മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ അക്കൗണ്ടിങ് റിപ്പോർട്ട്സിൽ വരിക എന്ന് പറയുന്നത് അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് വളരെയധികം റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ലഭിച്ചിട്ടുള്ള ഒരു മെച്ചം? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് മാക്സിമം എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് മെറിറ്റ് എലിമിനേറ്റ് ദ വേരിയേഷൻസ് എലിമിനേറ്റ് ചെയ്യാനായിട്ട് IFRS റിപ്പോർട്ട് സഹായിക്കുന്നുണ്ട്. ഇറ്റ് റെഡ്യൂസസ് ഓർ എലിമിനേറ്റ് കൺഫ്യൂസിംഗ് വേരിയേഷൻ ഇൻ ദ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെൻറ്റ് യൂസ് ടു പ്രിപ്പയർ ആൻഡ് പ്രസൻറ്റ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ടു ദ എക്സ്റ്റെൻറ്റ് പോസിബിൾ ആയിട്ടുള്ള ഒരു എക്സിസ്റ്റൻസിയിൽ നിന്നുകൊണ്ടാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത്. അതോടൊപ്പം തന്നെ വേരിയേഷൻ എന്ന് പറയുന്നത് അക്കൗണ്ടിംഗ് ട്രീറ്റ്മെൻറ്റിൽ അതുപോലെ തന്നെ അതിൻ്റെ പ്രിപ്പറേഷനും പ്രസൻറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, അതായത് മുമ്പ് എങ്ങനെയാണോ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെയാണ് പിന്നെയും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അവിടെ വേരിയേഷൻ എന്ന് പറയുന്നത് നമുക്ക് മാക്സിമം എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കോൺട്രിബ്യൂട്ട് ടു എക്കണോമിക് എഫിഷ്യൻസി. ഇക്കണോമിക് എഫിഷ്യൻസിയിൽ ഒരു കോൺട്രിബ്യൂഷനും കൂടിയും എവിടെ ലഭിക്കുന്നുണ്ട്? IFRSൽ ലഭിക്കുന്നുണ്ട്. IFRS സ്റ്റാൻഡേർഡ്സ് കോൺട്രിബ്യൂട്ട് ടു ഇക്കണോമിക് എഫിഷ്യൻസി ബൈ ഹെൽപ്പിംഗ് ഇൻവെസ്റ്റേഴ്സ് ടു ഐഡൻറ്റിഫൈ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് റിസ്ക് അക്രോസ് ദ വേൾഡ്, ദസ് ഇംപ്രൂവ് ദ ക്യാപിറ്റൽ അലോക്കേഷൻ ഇംപ്രൂവ് ചെയ്യത്തക്ക വിധത്തിലുള്ള ഒരു കോൺട്രിബ്യൂഷനാണ് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് കൊടുക്കുന്നത്. അതായത് ഈ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ, കംപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ഇക്കണോമിക് എഫിഷ്യൻസി എന്ന് പറയുന്ന ഒരു കോൺട്രിബ്യൂഷൻ എല്ലാ യൂസേഴ്സിനും ലഭിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്യാനും റിസ്ക് എന്ന് പറയുന്നത് ഓൾ വേൾഡിൽ റെഡ്യൂസ് ചെയ്യാനും അത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ക്യാപിറ്റൽ അലോക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് മാക്സിമം ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. For business, the use of a single trusted accounting language lowers the cost of capital and reduces international reporting cost. എന്തൊക്കെയാണ് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? നമ്മളെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുമ്പോൾ ഉണ്ടാകുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് മാക്സിമം ലോവസ്റ്റ് ലെവലിൽ കൊണ്ടുവരാനും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ റിപ്പോർട്ടിംഗ് കോസ്റ്റും റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇക്കണോമിക് എഫിഷ്യൻസിയാണ്, സാമ്പത്തികമായിട്ടുള്ള ഒരു എഫിഷ്യൻസി കൊണ്ടുവരാനായിട്ട് IFRS റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് മൂലം സാധിക്കുന്നുണ്ട്. High quality and transparency. IFRS uses principle-based philosophy rather than rule-based concept. Rule-based conceptനേക്കാൾ ഉപരിയായിട്ട് ഇവിടെ എന്താണ് വരുന്നത്? ഒരു ഫിലോസഫി ആണ് വരുന്നത്. യൂസ് പ്രിൻസിപ്പിൾ ബേസ്ഡ് ഓൺ എ ഫിലോസഫി. ഒരു ഫിലോസഫി ബേസ്ഡ് ആയിട്ടുള്ള ഒരു അപ്ലിക്കേഷനാണ് വരുന്നത്. അതോടുകൊണ്ട് തന്നെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ക്വാളിറ്റിയും ട്രാൻസ്പെറൻസിയും ഒരു ഹൈ ലെവലിലേക്ക് ആക്കാനായിട്ട് സാധിക്കും. റൂൾ ബേസ്ഡ് ഫിലോസഫി may good for some entities and bad for others, or may good in one period and may bad in other period. ഇനി നമ്മളുടെ മെറിറ്റ് എന്ന് പറയുന്നത് ക്വാളിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ റൂൾസ് എങ്ങനെയുള്ളതാണ്? ദീസ് ബേസ്ഡ് ഓൺ ദ ഫിലോസഫി ബേസ് ചെയ്തിട്ടുള്ള റൂൾസ് ആയതുകൊണ്ട് അവിടെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് എങ്ങനെ കാണിക്കാൻ സാധിക്കും? ഗുഡ് പെർഫോമൻസ് കാണിക്കാനായിട്ട് സാധിക്കും. ഓരോ എൻറ്റിറ്റീസിലും ഗുഡ് പെർഫോമൻസ് ഉയർത്താനും അതുപോലെ തന്നെ ബാഡ് ഇമ്പാക്റ്റ് കുറയ്ക്കാനായിട്ടാണ് സഹായിക്കുന്നത്. Whereas principle-based philosophy always shows equality and a transparent picture. ഇനി പ്രിൻസിപ്പൽ ബേസ്ഡ് ഫിലോസഫി അപ്ലൈ ചെയ്തതുകൊണ്ട് ഹൈ ക്വാളിറ്റിയും അതുപോലെ തന്നെ ട്രാൻസ്പെറൻസി പിക്ചർ ഉയർത്തി കാണിക്കാനായിട്ട് സാധിക്കും. IFRS always looks into substance over the legal form.
This improves the quality and transparency of the financial statement. IFRS എപ്പോഴും നോക്കുന്നത് എന്താണ്, സബ്സ്റ്റൻസും അതുപോലെ തന്നെ ഒരു ലീഗൽ ഫോമിൽ സബ്സ്റ്റൻസിൻ്റെ ലെവലാണ് അല്ലെങ്കിൽ കാറ്റഗറിയാണ് ഉയർത്തി കാണിക്കുന്നത്. അതോടുകൂടി തന്നെ ഇവിടെ എന്താണ് ചെയ്യുന്നത്, അതായത് ഈ ഒരു ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ക്വാളിറ്റി ബേസിലും ട്രാൻസ്പെറൻസി ബേസിലും അതിൻ്റെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഉയർത്തി കാണിക്കാനായിട്ട് കോർപ്പറേറ്റ് എൻറ്റിറ്റീസിൽ സാധിക്കുന്നതാണ്. This improves the quality and transparency of the financial statement. IFRS ensures the financial statement should give complete, relevant, accurate picture and transparent picture of the transactions. Financial reporting standards follow ചെയ്യുകയാണെങ്കിൽ ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിന് എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് കാണിക്കുന്നത്, കംപ്ലീറ്റ് ആയിരിക്കും, റെലവൻ്റ് ആയിരിക്കും, ആക്യുറേറ്റ് പിക്ചർ ഉണ്ടായിരിക്കും, ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. ഓരോ ട്രാൻസാക്ഷനും ഈ പറയുന്ന ക്വാളിറ്റീസ് എല്ലാം ഉള്ള ഒരു ഓർഗനൈസേഷനാക്കി തീർക്കാനായിട്ട് സാധിക്കും. ദർ ഈസ് ലീസ്റ്റ് സ്കോപ്പ് ഓഫ് മാനിപ്പുലേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു മാനിപ്പുലേഷനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇറ്റ് റെഡ്യൂസ് ഇൻഫോർമേഷൻ ഗ്യാപ്പ്. അതോടൊപ്പം തന്നെ ഇൻഫോർമേഷൻ ഗ്യാപ്പ് കുറയ്ക്കാനായിട്ടും കൂടിയും IFRS സ്റ്റാൻഡേർഡ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ, ഫോളോ ചെയ്യുകയാണെങ്കിൽ സാധിക്കും. IFRS സ്റ്റാൻഡേർഡ് സ്ട്രെങ്തൻ അക്കൗണ്ടബിലിറ്റി ബൈ റെഡ്യൂസിങ് ദ ഇൻഫോർമേഷൻ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ പ്രൊവൈഡേഴ്സ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ദ പീപ്പിൾ ടു ഹൂം ദ ഹാവ് എൻട്രസ്റ്റഡ് ദെയർ മണി. ആരൊക്കെയാണോ കമ്പനിയിൽ പണം നിക്ഷേപിച്ചിട്ടുള്ളവർ അവർക്ക് അവരുടെ ആ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്, അതായത് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് കംപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവിടെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് സാധിക്കും. അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് സ്ട്രെങ്തൻ ചെയ്യുകയും അതുപോലെ തന്നെ ഒരു ഗ്യാപ്പ്, ഇൻഫോർമേഷൻ്റെ ഗ്യാപ്പ് എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. എപ്പോഴും ക്യാപിറ്റലിന് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഇൻവെസ്റ്റേഴ്സിന് ലഭിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഹൈ ലെവലിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. IFRS provide information that is needed to hold management to account as a source of globally comparable information. IFRS standards are also of vital importance to regulators around the world. ഇനി നമ്മുടെ രാജ്യത്തിൽ മാത്രമല്ല അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നിൽക്കുന്നത്, അത് ഓൾ വേൾഡിൽ എന്ത് ലഭിക്കും, അതിനോടുള്ള ബെനിഫിറ്റ്സ് ലഭിക്കുന്നതാണ്. കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഗ്ലോബലി കമ്പയറബിൾ ഇൻഫോർമേഷനാണ് IFRS സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു എങ്ങനെയുള്ള ഒരു ഇമ്പോർട്ടൻസ് ആണ് ലഭിക്കുന്നത്, വൈറ്റൽ ഇമ്പോർട്ടൻസ് ആണ് റെഗുലേഷൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഓരോ കോർപ്പറേറ്റ് ഗവർണൻസിനും ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ 11 മെറിറ്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതിലൊരു 6-7 നിർബന്ധമായിട്ട് എല്ലാ കുട്ടികളും പഠിച്ചെടുക്കണം. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. ഇതോടൊപ്പം തന്നെ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതിന് ബെനിഫിറ്റ് മാത്രമല്ല ഉണ്ടായിരിക്കുക, എന്തും കൂടി ഉണ്ടായിരിക്കും, ഡിസഡ്വാൻറ്റേജസ് കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളുടെ ഡിസഡ്വാൻറ്റേജസ് ഓഫ് IFRS എന്ന് പറയുന്നതും കൂടി നമുക്ക് ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അതിൽ ഫസ്റ്റ് പോയിന്റ്, നോട്ട് ഗ്ലോബലി ആക്സെപ്റ്റഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്ലോബൽ കമ്പയറബിലിറ്റി ഉണ്ട്, പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്, നോട്ട് ഗ്ലോബലി ആക്സെപ്റ്റഡ്. ഗ്ലോബലി എന്ത് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല, IFRS എന്ന് പറയുന്നത് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഒരു ഡീമെറിറ്റ് ആയിട്ട് നമുക്ക് പറയാവുന്നത്. The United States has not yet adopted international financial reporting standards and other countries continue to hold out as well. അതുപോലെ തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ എന്ത് ഫോളോ ചെയ്തിട്ടില്ല, IFRS ഫോളോ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ചില കൺട്രീസിൽ അത് മുഴുവനായിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറായിട്ടില്ല. This makes accounting by foreign-based companies that do business in America difficult, as they often have to prepare financial statements using IFRS and another set using American generally accepted accounting principles. അപ്പോൾ ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സുമായിട്ട് കറക്റ്റായിട്ട് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് അല്ല ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് ആ രാജ്യങ്ങളുമായിട്ട് ബിസിനസ് നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, അവരുടെ കൺട്രിയിൽ അവർ ഫോളോ ചെയ്യുന്നത് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് ആയിരിക്കും. പക്ഷേ അമേരിക്കൻ റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് അവരെങ്ങനെ അക്കൗണ്ട് ചെയ്യേണ്ടതായിട്ട് വരും, അമേരിക്കൻ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഫോളോ ചെയ്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നതും കമ്പയറബിലിറ്റി എന്ന് പറയുന്നതും ഡിഫറെൻ്റ് ആയിട്ടും.
ഇരിക്കും. അപ്പോൾ എല്ലാ ഓർഗനൈസേഷനിലും എല്ലാ കൺട്രീസിലും ഒരുപോലെയല്ല ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുന്നത്. അതിനൊരു പെർട്ടിക്കുലർ എക്സാമ്പിളാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്തിട്ടുള്ളത്. അവിടെ ഫോളോ ചെയ്യുന്ന മെത്തേഡ് എന്താണ്? അമേരിക്കൻ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിളാണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും കോർപ്പറേഷൻ ഇതുപോലെയുള്ള അമേരിക്കൻ കൺട്രീസിലുള്ള ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരുമായിട്ട് ബിസിനസ് നടത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മളുടെ രാജ്യത്ത് ഫോളോ ചെയ്യുന്ന ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്തുകൊണ്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും തയ്യാറാക്കണം. അതോടൊപ്പം തന്നെ അമേരിക്കൻ ഗ്യാപ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും തയ്യാറാക്കിയാൽ മാത്രമേ കമ്പാരിസൺ എന്ന് പറയുന്നത് ചെയ്യാനായിട്ട് സാധിക്കൂ. രണ്ടാമത്തത് മാനിപ്പുലേഷൻ ഓഫ് സ്റ്റാൻഡേർഡ്സ് മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് സെക്കൻഡ് ഡീമെറിറ്റ് ആയിട്ട് പറയുന്നത്. കമ്പനീസ് ക്യാൻ യൂട്ടിലൈസ് ഓൺലി ദ മെത്തേഡ്സ് ദേ വിഷ് ടു, അലൗവിങ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ടു ഷോ ഓൺലി ഡിസയേർഡ് റിസൾട്ട് ഓരോ എൻറ്റിറ്റിക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് താല്പര്യമുള്ള മെത്തേഡ്സ് ഫോളോ ചെയ്താൽ മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ കമ്പനീസ് അവർക്ക് താല്പര്യമുള്ള മെത്തേഡാണ് അവരുടെ ഡിഫറെൻറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ അവർക്ക് താല്പര്യമുള്ള ഡിസയേർഡ് റിസൾട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നത്. ദിസ് ക്യാൻ ലെഡ് ടു റവന്യൂ ഓർ പ്രോഫിറ്റ് മാനിപ്പുലേഷൻ. അതോടൊപ്പം തന്നെ അവിടെ എന്താണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്? റവന്യൂ അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. ഇറ്റ് ക്യാൻ ബി യൂസ് ടു ഹൈഡ് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഇൻ ദ കമ്പനി ആൻഡ് ക്യാൻ ഈവൻ എൻകറേജ് ഫ്രോഡ് എൻകറേജ് ചെയ്യുകയും അതുപോലെ തന്നെ അവരുടെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് പുറത്തേക്ക് വരാത്ത വിധത്തിലുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റാണ് അവർ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഡ്രോബാക്കാണ് ഇവിടെ വരുന്നത്. അതായത് ദിസ് ക്യാൻ ലെഡ് ടു റവന്യൂ ഓർ പ്രോഫിറ്റ് മാനിപ്പുലേഷൻ. റവന്യൂ അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് മാനിപ്പുലേറ്റ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? ആ കമ്പനിയുടെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഹൈഡ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന തരത്തിൽ, അതായത് ഫ്രോഡായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പുറത്തേക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവർ IFRS എന്ന് പറയുന്നതിലുള്ള സ്റ്റാൻഡേർഡ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. For example, changing the methods of inventory valuation can bring more income into the current year's profit and loss statement, making the company appear more profitable than it really is. ഇപ്പോഴുള്ള പ്രോഫിറ്റിനേക്കാൾ കൂടുതലായിട്ട് പ്രോഫിറ്റ് കാണിക്കാനായിട്ട് അവർ ചെയ്യുന്ന മെത്തേഡ് എന്താണ്? ഇൻവെൻട്രി വാല്യുവേഷൻ എന്ന് പറയുന്നത് ഏതാണോ പ്രോഫിറ്റ് കൂടുതലായിട്ട് കാണിക്കത്തക്ക വിധത്തിൽ തരുന്നത് ആ മെത്തേഡ് ഫോളോ ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയറാണ് എന്ത് ചെയ്യുന്നത്? ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുമ്പോൾ സെയിം മെത്തേഡ് ഫോളോ ചെയ്യണം. അതിന് പകരം പ്രോഫിറ്റ് കൂടുതലായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് അവരെന്താണ് ചെയ്യുന്നത്? തെറ്റായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുകയും അതോടൊപ്പം തന്നെ പ്രോഫിറ്റ് ഉയർത്തി കാണിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് സെക്കൻഡ് ഡ്രോബാക്ക് ആയിട്ട് പറയുന്നത്. തേർഡ് ഡ്രോബാക്ക് ഇൻക്രീസ്ഡ് കോസ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇക്കണോമിക്കൽ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഒരു ബെനിഫിറ്റായിട്ട് പറഞ്ഞുള്ളത്. അതായത് ഇക്കണോമിക് എഫിഷ്യൻസി എന്ന് പറയുന്നത് നമുക്ക് ഉയർത്താനായിട്ട് സാധിക്കും. പക്ഷേ ഇവിടെ ഡീമെറിറ്റ് ആയിട്ട് എന്താണ് പറയുന്നത്? കോസ്റ്റ് എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് ആണെന്ന് പറഞ്ഞു. അത് ഏതൊക്കെ ഓർഗനൈസേഷനിലാണ് ഒരു ഇൻക്രീസ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത് വരുന്നത്? എ സ്മോൾ കമ്പനി വുഡ് ബി ഫോഴ്സ്ഡ് ടു ദ അഡോപ്ഷൻ ഓഫ് IFRS ഇൻ ദ സെയിം വേ എ ലാർജർ ഡസ്. വലിയ കമ്പനികൾ ചെയ്യുന്ന പോലെ തന്നെ ചെറിയ ഓർഗനൈസേഷനോടും എന്താണ് പറയുന്നത്? IFRS എന്ന് പറയുന്ന ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് തന്നെ ഫോളോ ചെയ്യണം എന്നുള്ളത് നിർബന്ധമായിട്ട് പറയാണ്. അങ്ങനെ വരുമ്പോൾ ഹവർ സ്മോൾ ഫേംസ് ഡു നോട്ട് ഹാവ് ആസ് മെനി റിസോഴ്സ് അറ്റ് ദെയർ ഡിസ്പോസൽ ടു ഇംപ്ലിമെൻറ്റ് ദ ചേഞ്ചസ് ആൻഡ് ദെൻ ദ ട്രെയിൻ സ്റ്റാഫ്. അവരുടെ കയ്യിൽ ട്രെയിൻഡ് സ്റ്റാഫിൻ്റെ ഒരു സ്കേഴ്സിറ്റി ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ റിസോഴ്സസ് എന്ന് പറയുന്നതും എങ്ങനെയായിരിക്കും? ആവശ്യത്തിന് അവൈലബിൾ ആകില്ല. അപ്പോൾ സ്മോൾ ഫേംസിനെ സംബന്ധിച്ചിടത്തോളം സ്കേഴ്സിറ്റി ഏതൊക്കെ കാര്യങ്ങളിൽ വരുന്നുണ്ട്? ട്രെയിൻഡ് സ്റ്റാഫിൻ്റെ കാര്യത്തിലും റിസോഴ്സിൻ്റെ കാര്യത്തിലും വരുന്നുണ്ട്. ദിസ് റിസൾട്ട് ഇൻ സ്മോളർ കമ്പനീസ് ബ്രിങ്ങിങ് ഇൻ അക്കൗണ്ടൻസ് ഓർ അതർ ഔട്ട്സൈഡ് കൺസൾട്ടൻസ് ടു ഹെൽപ്പ് മേക്ക് ദ ചേഞ്ച് ഓവർ. അപ്പോൾ IFRS വരുന്ന മാറ്റങ്ങൾ അവർക്ക് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ റിസോഴ്സസ് ഇല്ല, അവരുടെ കയ്യിൽ ട്രെയിൻഡ് സ്റ്റാഫില്ല. അപ്പോൾ അവർ ഔട്ട്സൈഡേഴ്സിനെ ഹയർ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. These smaller companies will bear more of a financial burden than larger ones in this area. അങ്ങനെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് സ്മോൾ കമ്പനീസ് ഫോളോ ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടാവുക? അവിടെ കോസ്റ്റ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അതായത് അവിടെയുള്ള സ്റ്റാഫിനെ ഉപയോഗിക്കാനായിട്ട് ലാർജ് ഫേമുകൾക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ
സ്റ്റാഫിന് ട്രെയിനിങ് കൊടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ സ്മോൾ ഓർഗനൈസേഷൻ ആണെങ്കിൽ ട്രെയിൻഡ് സ്റ്റാഫ് ഇല്ല, അപ്പോൾ അവർക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഔട്ട്സൈഡിൽ നിന്ന് ഹയർ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ഹയർ ചെയ്യുമ്പോൾ കോസ്റ്റ് എങ്ങനെയായിരിക്കും? ഇൻക്രീസ് ചെയ്യും. നെക്സ്റ്റ് ഡീമെറിറ്റ്, നോട്ട് സ്യൂട്ടബിൾ ഫോർ ഡെവലപ്പിംഗ് കൺട്രീസ്. ഡെവലപ്പിംഗ് കൺട്രീസിന് ഒരിക്കലും ഇത് സ്യൂട്ടബിൾ അല്ല. മെനി പീപ്പിൾ ബിലീവ് ദാറ്റ് as IFRS are developed by the developed countries, it won't be much useful for the developing and emerging economy of the world. ചിലരുടെയും ഒരു മിഥ്യാധാരണ എന്താണ്? ഈ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് ഡെവലപ്ഡ് കൺട്രീസിൽ അല്ലെങ്കിൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഓർഗനൈസേഷനിൽ മാത്രമേ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, അവിടെ മാത്രമേ അത് യൂസ്ഫുൾ ആകുന്നുള്ളൂ. അല്ലാതെ ഡെവലപ്പിംഗ് ഓർഗനൈസേഷനോ അല്ലെങ്കിൽ എമർജിങ് ഇക്കോണമി ഓഫ് ദ വേൾഡിൽ ഇതിന് കാര്യമായിട്ടുള്ള ഒരു റോള് ഇല്ല എന്നുള്ളതാണ് ചിലർ ധരിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ടുണ്ടാകുന്ന ദോഷം എന്താണ്? സം ഈവൻ ഓൾസോ ബിലീവ് ദാറ്റ് ദീസ് സ്റ്റാൻഡേർഡ്സ് ആർ ഡെവലപ്ഡ് ഫോർ ദ വെൽഫെയർ ഓഫ് ദ ഡെവലപ്ഡ് കൺട്രീസ്. ഡെവലപ്ഡ് കൺട്രീസിൻ്റെ ഒരു വെൽഫെയറിന് വേണ്ടിയിട്ടാണ് ഈ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ള ഒരു തെറ്റായ ധാരണയാണ് ചിലർ കൈവശം വെച്ചിരിക്കുന്നത്. And it helps to get a strong hold over the developing and emerging economies of the world as the tools of the superpowers. അപ്പോൾ സൂപ്പർ പവർ ഉണ്ടാകാനായിട്ട് നമ്മളുടെ പവേഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവിടെയുള്ള ഇപ്പോൾ എന്താണോ അവരുടെ പൊസിഷൻ അതിനെ ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടി അല്ലെങ്കിൽ എമർജിങ് ഇക്കോണമീസ് എന്ന് പറയുന്നത് ഓൾ വേൾഡിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്, ഒരു സൂപ്പർ പവറിന് വേണ്ടിയിട്ടാണ് IFRS എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നത് എന്നുള്ളതാണ് അവരുടെ ഒരു മിഥ്യയായിട്ടുള്ള ധാരണ. ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ കൊണ്ട് അവർ IFRS എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നില്ല? കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഫോർത്ത് ഡീമെറിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ഡെവലപ്പിംഗ് കൺട്രീസ്. ഡെവലപ്പിംഗ് കൺട്രീസ് ആണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എമർജിങ് ഇക്കോണമീസ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ IFRS എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്താണ് കാരണം? അവിടെ തെറ്റായിട്ടുള്ളൊരു വിശ്വാസങ്ങളാണ് അവിടെയുള്ള ഓർഗനൈസേഷൻസും അതുപോലെ തന്നെ ഡെവലപ്പിംഗ് കൺട്രീസും ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ IFRS എന്ന് പറയുന്നത് കംപ്ലൈ ചെയ്യുന്നില്ല. അപ്പോൾ 4 ഡീമെറിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? നോട്ട് ഗ്ലോബലി ആക്സെപ്റ്റഡ്, മാനിപ്പുലേഷൻ ഓഫ് സ്റ്റാൻഡേർഡ്സ്, ഇൻക്രീസ്ഡ് കോസ്റ്റ്, നോട്ട് സ്യൂട്ടബിൾ ഫോർ ഡെവലപ്പിംഗ് കൺട്രീസ്. അപ്പോൾ നമ്മളുടെ 3rd ചാപ്റ്റർ ഇന്നത്തെ സെഷനോട് കൂടി അവസാനിപ്പിച്ചിരിക്കുകയാണ്. ലാസ്റ്റ് ടോപ്പിക്ക് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഏതാണ്? IFRS റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതായത് മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത് നന്നായി വായിച്ചു നോക്കുക. മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് ഓഫ് IFRS എന്ന് പറയുന്നത് ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. നന്നായിട്ട് ബൈ ഹാർട്ട് ചെയ്ത് വെക്കാനായിട്ട് നോക്കുക. ഓരോ പോയിൻറ്റ്സും നിങ്ങൾ ഹെഡിങ് എഴുതുകയും അതിൻ്റെ എക്സ്പ്ലനേഷൻ ആവശ്യമുള്ളത് മാർക്കിനനുസരിച്ച് കൊണ്ട് ആവശ്യമുള്ള തോതിൽ എഴുതാനായിട്ട് പഠിച്ചു വെക്കണം. ഇനി ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്തായിട്ട് ഞാൻ അസൈൻമെൻറ്റ് പറയുകയാണ്. പേജ് നമ്പർ 133 4ാമത്തെ അസൈൻമെൻ്റ് ആണ് ഇന്ന് ഞാൻ പറയുന്നത്. അതായത് ബോൾ ആറിൻ്റെ IFRS റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഒരു ലേണിംഗ് ആണ് ഞാൻ പറയുന്നത്. അതിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട് ബോൾ ആർ എന്ന് പറയുന്നത് 2006 ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സിൻ്റെ കുറിച്ച്, അതായത് പ്രോസ് ആൻഡ് കോൺസ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സും അതുപോലെ തന്നെ അക്കൗണ്ടിങ് ആൻഡ് ബിസിനസ് റിസർച്ച് കാറ്റഗറിയിൽ നിന്നുകൊണ്ടുള്ള ഒരു പഠനമാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ അത് ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ട് എല്ലാവരും ഏതെങ്കിലും ഒരു ഏരിയ എടുത്തിട്ട് വായിക്കുകയും മനസ്സിലാക്കുകയും റിവ്യൂ എഴുതുകയും വേണം. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കാനും മനസ്സിലാക്കാനും തയ്യാറാവുക. ഓക്കെ, താങ്ക് you very much. Have a nice day.